ഇന്ത്യയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതിൽ നരേന്ദ്രമോദിയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. പല വിദേശ രാജ്യങ്ങളിലെ നേതാക്കളും അക്കാര്യം പലതവണയായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആഗോള സംഘർഷങ്ങൾ ദിനംപ്രതി അതിരൂക്ഷമായ സാഹചര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും അതൊന്നും ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, മോദിയുടെ ചർച്ചയ്ക്ക് പിന്നാലെ ജർമ്മനിയിൽ നിന്നുണ്ടായ വമ്പൻ പ്രഖ്യാപനം രാജ്യങ്ങളെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് വലിയ യാത്രാ സൗകര്യം ഒരുക്കുന്ന സുപ്രധാന തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ജർമ്മനി. ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇനി മുതൽ എയർപോർട്ട് ട്രാൻസിറ്റ് വിസയുടെ ആവശ്യമില്ല. ജൂൺ 3 മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവായ രൺധീർ ജയ്സ്വാൾ സമൂഹ മാധ്യമമായ എക്സിൽ നടത്തിയ പ്രസ്താവനയിൽ ജർമ്മനിയുടെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ പൗരന്മാർക്ക് ജർമ്മനി വഴി വ്യോമമാർഗം മാത്രം ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസിറ്റ് വിസയുടെ ആവശ്യം ഒഴിവാക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സും തമ്മിൽ 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങൾക്കിടയിലെ ബന്ധവും യാത്രാ സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ തീരുമാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതുവരെ ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന നിരവധി ഇന്ത്യൻ യാത്രക്കാർക്ക് ട്രാൻസിറ്റ് വിസ നേടുന്നതിനായി അധിക രേഖകൾ സമർപ്പിക്കുകയും ഫീസ് അടയ്ക്കുകയും വേണമായിരുന്നു. പലപ്പോഴും ഇത് യാത്രാ പദ്ധതികളിൽ തടസ്സങ്ങൾക്കും അധിക ചിലവുകൾക്കും കാരണമായിരുന്നു. പുതിയ തീരുമാനം ഈ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ട്രാൻസിറ്റ് വിസ ഒഴിവാക്കിയതുകൊണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ജർമ്മനിയിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അർത്ഥമില്ല. യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ ട്രാൻസിറ്റ് മേഖലയ്ക്കുള്ളിൽ മാത്രം തുടരാനാകും. വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകുന്നതിനോ ജർമ്മനിയിൽ പ്രവേശിക്കുന്നതിനോ ആവശ്യമായ വിസ നിയമങ്ങൾ മുൻപുപോലെ തന്നെ തുടരും. യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളിൽ ജർമ്മനിയിലെ പ്രധാന വിമാനത്താവളങ്ങളെ ട്രാൻസിറ്റ് ഹബ്ബുകളായി ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ യാത്രക്കാർക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമാകും. 2026 ഏപ്രിലിൽ ഫ്രാൻസും സമാനമായ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. അതോടെ ഫ്രാൻസ് വഴിയുള്ള ട്രാൻസിറ്റ് യാത്രകൾക്കും ഇന്ത്യൻ പൗരന്മാർക്ക് ട്രാൻസിറ്റ് വിസയുടെ ആവശ്യമില്ലാതായിരുന്നു. ജർമ്മനിയുടെ പുതിയ തീരുമാനം യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ യാത്രാബന്ധം കൂടുതൽ സൗകര്യപ്രദമാക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ട്രാൻസിറ്റ് വിസ എന്നാൽ നിങ്ങൾ എ രാജ്യത്തിൽ നിന്നും ബി രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയും അതിനിടയിൽ സി രാജ്യത്തിൽ ഒരു ലേ ഓവർ നടത്തുകയും ചെയ്യുമ്പോൾ ലേ ഓവറിനായി സി രാജ്യത്ത് ടച്ച് ഡൗൺ ചെയ്യുന്നതിന് മാത്രമേ നിങ്ങൾക്ക് വിസ ആവശ്യമായി വന്നേക്കാം. ഇതിനെ ട്രാൻസിറ്റ് വിസ എന്ന് വിളിക്കുന്നു. ഒരാൾക്ക് സാധുവായ US, കാനഡ, ഷെൻജൻ, EU, ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ആൻഡോറ, ജപ്പാൻ അല്ലെങ്കിൽ സാൻ മറീനോ വിസ ഉണ്ടെങ്കിൽ ഇവയെ നേരത്തെയും ഒഴിവാക്കിയിരുന്നു. ജർമ്മനിക്ക് മുൻപ് ഫ്രാൻസ് ഇന്ത്യക്കുള്ള ട്രാൻസിറ്റ് വിസ ആവശ്യകത നീക്കം ചെയ്തു. 2026 ഏപ്രിൽ 10 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ പൗരന്മാർക്കുള്ള ട്രാൻസിറ്റ് വിസ പൂർണ്ണമായും നിർത്തലാക്കിയ ആദ്യത്തെ ഷെങ്കൻ രാജ്യമായി ഫ്രാൻസ് മാറി. എന്നിരുന്നാലും ജനുവരിയിൽ ഇത് ആദ്യമായി പ്രഖ്യാപിച്ചത് ജർമ്മനിയാണ്. ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷമാണ് ഫ്രാൻസ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. മാക്രോണിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ATV ഇല്ലാതെ ഫ്രഞ്ച് വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന 6 മാസത്തെ പൈലറ്റ് പദ്ധതി ഫ്രാൻസ് പ്രഖ്യാപിച്ചു. പൈലറ്റ് ഉടൻ പ്രാബല്യത്തിൽ വന്നു. പൈലറ്റ് വിജയകരമായി പ്രവർത്തിച്ചു. എയർലൈനുകൾ ബോർഡിംഗ് സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. പാരീസ് CDG അനുസരണ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ്രഞ്ച് വിമാനത്താവളങ്ങളിലൂടെ ഇന്ത്യൻ യാത്രക്കാരുടെ ട്രാൻസിറ്റ് ബുക്കിംഗുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഏപ്രിൽ ഫ്രാൻസ് ട്രാൻസിറ്റ് വിസ ആവശ്യകത എടുത്തുകളഞ്ഞു. ട്രാൻസിറ്റ് വിസ എടുത്തുകളഞ്ഞു എന്നതുകൊണ്ട് യാത്രക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവർക്ക് ട്രാൻസിറ്റ് സോണിൽ മാത്രമേ തുടരാൻ അനുവാദമുള്ളൂ. അവർക്ക് വിമാനത്താവളം വിട്ട് പുറത്തു പോകാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.